ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസമായി മീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ സെഷനിൽ വന്നിരിക്കുന്നത് ഒരു കേസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ശ്രീ PA വത്സൻ കൊടുത്തിരുന്ന റിട്ട് പെറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഉണ്ടായിരുന്നു. ശ്രീ PA വത്സൻ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫ് DGPക്കും അതുപോലെ ഹൈറിഷിനുമെതിരെ ആണ് കേസ് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളി ആ റിട്ട് പെറ്റീഷനിൽ പരാമർശിച്ചിരുന്നത് പുള്ളിയുടെ ആപ്ലിക്കേഷനിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ രീതിയിൽ നടക്കുന്നില്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നില്ല എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ അതിൽ റിട്ട് പെറ്റീഷനിൽ കൊടുത്തിരുന്നത്. അപ്പോൾ അതുമായിട്ട് ജസ്റ്റിസ് K. ബാബു സാറിൻ്റെ ബെഞ്ചിലാണെന്ന് ആ കേസ് പരിഗണിച്ചത്. കോർട്ട് 5D ഐറ്റം നമ്പർ 10 ആയിട്ടാണ് പരിഗണിച്ചത്. അപ്പോൾ കേസ് എടുത്തപ്പോൾ തന്നെ ശ്രീ PA വത്സനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ് പറഞ്ഞു, ഇങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നില്ല, FIR രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ള ആകുലതകളൊക്കെ പറഞ്ഞു. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ, സ്റ്റേറ്റ് പോലീസ് ചീഫിനെ റെപ്രസെൻ്റ് ചെയ്തുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ അതിനെ നിഷേധിക്കുകയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് റോൾസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ റെപ്രസെൻ്റ് ചെയ്ത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ അഡ്വക്കേറ്റ് ശ്രീ ഏലിയാസ് ചെറിയൻ സർ, അദ്ദേഹവും ഈ സെയിം കാര്യം തന്നെയാണ് കോർട്ട് ജസ്റ്റിസ് K. ബാബു സാറിൻ്റെ ബെഞ്ചിൽ ഉന്നയിച്ചത്. FIRs അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നുണ്ട്, അതുമായിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഈ റിട്ട് പെറ്റീഷനിൽ അപ്പോൾ ജസ്റ്റിസ് K. ബാബു സാർ ഒരു കൺക്ലൂഷനിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പം ശ്രീ PA വത്സൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് അപ്പോൾ പുള്ളി അതൊന്ന് കുറച്ച് നേരം സ്റ്റഡി ചെയ്തതിന് ശേഷം പുള്ളി ഇത് ഫുൾ കൺട്രോൾ, കാരണം ഇത് സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ്. സ്റ്റേറ്റ് പോലീസ് ചീഫ് ക്യാൻ കൺസിഡർ. അപ്പം അദ്ദേഹം സ്റ്റേറ്റ് പോലീസ് ചീഫാണല്ലോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ ഡിസിഷനിലാണ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കേണ്ടതെന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം ആ രീതിയിൽ ഉള്ള ഒരു ഡിസിഷനാണ്, ഒരു ജഡ്ജ്മെൻ്റാണ് ശ്രീ K. ബാബു സാർ ഈ റിട്ട് പെറ്റീഷൻ മേൽ വിധി പറയുകയുണ്ടായത്. അതുകൊണ്ട് ഈ ഒരു കേസ് ഡിസ്പോസ് ചെയ്തിരിക്കുന്നു, നീക്കം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും കൂടെ അല്ലെങ്കിൽ ഒരു ഓർഡറും കൂടെയാണ് ഇന്ന് പാസ്സാക്കിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അപ്പം ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ആ രീതിയിൽ അവരുടെ രീതിയിൽ അവർക്ക് ശരിയെന്നുള്ള രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ഇപ്പോൾ ഒരു വ്യക്തി പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു അദ്ദേഹത്തിന് എല്ലാവർക്കും അവരവരുടെ ഒപ്പീനിയൻ ഉണ്ട്. അപ്പോൾ ഒരു ഇന്ന വ്യക്തിക്ക് അപ്പം അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നില്ല എന്നുള്ളൊരു ഒപ്പീനിയൻ ആണ് പുള്ളി ഇപ്പോൾ ഇതിലേക്ക് റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പറയാനുള്ളത് ഇതാണ്, അത് സ്റ്റേറ്റ് പോലീസ് ചീഫും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അത് കൺസിഡർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ രീതിയിൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഈ റിട്ട് പെറ്റീഷൻ ഡിസ്പോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കേസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. അതുപോലെ അപ്പോൾ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ഈ ഒരു അപ്ഡേറ്റ് ഒന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് പല ഈ ഒരു റിട്ട് പെറ്റീഷൻ മേൽ പുള്ളി ആരോപിക്കപ്പെട്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പലരെയും അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കേസ് എടുക്കുന്നില്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേസ് എടുക്കുന്നില്ല എന്നൊക്കെയായിരുന്നു ആ റിട്ട് പെറ്റീഷനിൽ പുള്ളി പരാമർശിച്ചത്. എന്തായാലും ആ റിട്ട് പെറ്റീഷൻ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് K. ബാബു സാറിൻ്റെ ബെഞ്ച്. ഓക്കെ, അപ്പോൾ ഈ അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നത്. പിന്നെ അതുപോലെ നമ്മുടെ നെഗറ്റീവ് കമൻസ് ഇട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കളോട് നെഗറ്റീവ് കമൻസുകളൊക്കെ ഇട്ടോളൂ. തെറിയഭിഷേകവും വരുന്നുണ്ട്. മുൻപത്തെ വീഡിയോയിലൊക്കെ താഴെയൊക്കെ ചിലർ അവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കത് ഇപ്പോൾ തെറി വിളിക്കാനാണ് അവർക്കത്, അല്ലെങ്കിൽ അസഭ്യം വർഷിക്കാനാണ് അവരുടെ ഒരു ഹോബിയെങ്കിൽ അത് അവർ കണ്ടിന്യൂ ചെയ്യട്ടെ. എന്തായാലും ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നത്. സോ ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത് പോലെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും കീപ്പ് ഓൺ സപ്പോർട്ടിങ്. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ.